ഇതാണ് പരീത് സായിപ്പ്. ആരുടെങ്കിലും കൈ വെട്ടണോ 1000 രൂപ ഇങ്ങനെ കൊടുത്താൽ മതി. കാല് വെട്ടണമെങ്കിൽ 2000 രൂപ. എതിർക്കണവന്റെ ഒന്നും തല പോലും മിച്ചം കാണത്തില്ല. ഇയാള് ഇപ്പോഴും അനിയൻ കുഞ്ഞെ ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ. കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ദേ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ. ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാറാനുള്ള പ്രവേശ ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ. അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്ന ഒരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചതിലെടുത്തു പോയി. ആ സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻ ചേട്ടാ, യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 37,250 രൂപയേ ഉള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ. ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ? എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരി ആയിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? മോനെ കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരം ഇല്ലയോ? അനിയൻ ചേട്ടാ, അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പുവശം ഇന്നലെ രാത്രി കൃത്യം 10:15 മണിക്ക് തെറ്റി. ഒഴിവാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പോ ചെയ്യാവുന്ന നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തു തരാം. മാരാരെ അതേ കയറി ഒട്ടിയിരിക്കാ താഴോട്ടിറങ്ങ്. ഇയാൾ ചത്തോ? ഇപ്പൊ തന്നെ എന്റെ എടുത്തേനെ. കേക്കുട്ടി, സുദർശന എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ? രണ്ടും ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. രണ്ടും എനിക്ക് ചേരില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ആര് പറഞ്ഞു? എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു. താങ്ക് യു. ഇനി കല്യാണം കൂടെ കഴിക്കേ വേണ്ടു. ജയശ്രീക്ക് ഒരു കല്യാണ ആലോചന നടക്കുന്നില്ലേ? ആലോചന നടക്കുന്നുണ്ട്. വീട്ടിലല്ല, എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ. മധുവിനെ താൻ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നരുത്, അത് നടക്കില്ല. ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്കുകയാണെങ്കിൽ ഇതേ നടക്കൂ, അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ഹാരൻ ഇൻട്യൂഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. എഴുത്തുപുരയിലെ അല്ലേ താൻ? ഇൻട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായിരിക്കും. Is she all right? She
ഷീസ് ജസ്റ്റ് ഫൈൻ. ഇന്നും പോയിരിക്കുക വേറൊരു സ്വീകരണത്തിന്. അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അത് ഉള്ളില് നല്ല കാറ്റുണ്ടെണ്ണ. ഏത് നല്ല കാറ്റുണ്ട്. ഉള്ളി കാറ്റല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെൺപിള്ളേരുടെ ഇടയിൽ കൂടെ പറന്ന് നടക്കാനുള്ള പൊതുവെ. അയ്യേ, ഞാനാ ടൈപ്പല്ല. പിന്നെ നീ ടൈപ്പാ? ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും അണ്ണ തെറ്റിട്ട്. ശരി ശരി, പോട്ടെ 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 പോട്ടെ. നിങ്ങളെല്ലാം എന്റെ പേരക്കിടാങ്ങളാ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, പെറുപെറുക്കാനേ അറിയൂ. അത് എന്നോട് തന്നെ പെറുപെറുക്കാൻ. അത് തന്നെയാ എന്റെ കവിതകളും. ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യയോട് സായം സന്ധ്യ എന്തോ പെറുപെറുക്കയാണെന്നാ. ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല, ഒരു കാവ്യം തന്നെയാ. മുത്തശ്ശി ഒരു കവിത ചൊല്ലണം. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓർമ്മക്കുറവുണ്ട്. 4 വരി മതി മുത്തശ്ശി. അനിയൻകുട്ടാ. അണ്ണ, അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്കല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ. എന്തിന്? പെണ്ണുങ്ങളുടെ കോളല്ലേ അണ്ണൻ ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ? എനിക്ക് യാതൊരു പേടിയില്ല. അണ്ണാ, ഞാനും കൂടെ പറഞ്ഞ ആ. വാ. അനിയൻകുട്ടാ. അണ്ണ, അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്കല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ. എന്തിന്? പെണ്ണുങ്ങളുടെ കോളല്ലേ അണ്ണൻ ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ? എനിക്ക് യാതൊരു പേടിയില്ല. അണ്ണാ, ഞാനും കൂടെ പറഞ്ഞ ആ. വാ. മോനെ, ഓർമ്മക്കൂട്ടിലെ ഒറ്റക്കിളി. വരികൾ എങ്ങനെയാ? അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശംഖമോദി. എന്നെ കൊണ്ടാവില്ല കുട്ടി, നീ തന്നെ ചൊല്ലു മോനെ. ഞാനോ? ഇത്രയും പെൺകുട്ടികളുടെ മുമ്പ് വെച്ചോ? ഇവൻ ഭംഗിയായി ചൊല്ലും എന്റെ കവിത. നല്ല മുത്തശ്ശിയാ. ഈ അടിക്കുള്ള കൊതുക് ഇവിടെ ഉണ്ടോ മുരുക? തുടങ്ങി അവൻ അസുഖം. മുരുക, അടിച്ചുകൊല്ലാൻ കൊതുകല്ലാതെ ചോര ഊറ്റി കൊടുക്കുന്ന വേറൊരു ജന്തുണ്ട് ഇവിടെ. ഒന്ന് മുറുക്കുന്നോ പോറ്റിക്കുഞ്ഞെ? ആ തിരുവാഹ നടച്ചു കിട്ടാനാ. അതെ, അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് അങ്ങ് ചവച്ചോണ്ടാ മതി. മുരുകന് മുറുക്കണോ? മുരുകനെ മുറുക്കണം. കൊതുകടി തുടങ്ങി. തന്റെ ഇടയ്ക്കലിട്ട് നക്ക് നക്കുന്ന അടിക്കണ പോലെ. ഇതാ മുരുക, നീ ആകെ എത്ര കൊല്ലം ഭ്രാന്താശുപത്രി കടന്നിട്ടുണ്ട്? നല്ല ഓർമ്മയില് 5 വർഷം. എന്നിട്ട് നാഗരൂരിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ? പോറ്റി, ഒരു തവണ വട്ട് വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും അവൻ വട്ടനാ. ഒരിക്കല് ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ. നമ്മുടെ അനിയൻകുട്ട അണ്ണൻ. എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി. കൂടെ വരുന്നോന്ന് ചോദിച്ചു. റെഡി എന്ന് ഞാനും പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ്. ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്രക്കെട്ടും എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ഏജന്റായി. വൈ മുരുകൻ, മലയാള ശബ്ദം ഏജന്റ്. എന്തായിരുന്നു നിന്റെ അസുഖം? ജലദോഷവും വയറ്റിളക്കവും. ഭ്രാന്താശുപത്രി കിടന്നുകൊണ്ട് രോഗം എന്തും ചോദിക്കുന്ന ജന്തു അല്ല പോറ്റി. മാരാര് ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട്. എവിടെ നോക്കിയാലും കൊതുക്. അതായിരുന്നു എന്റെ ഭ്രാന്ത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. പുലിക്കൊതു. മുരുകൻ പറഞ്ഞത് ശരിയാ, കംപ്ലീറ്റ് മാറി. എന്താ? ആഫ്രിക്കൻ പുലിക്കൊതു. ആഫ്രിക്കൻ മങ്കി. പരീതുമാരുടെ പടനിലങ്ങൾ. ഇക്കടെ പടമുണ്ടോ? ആരാണടാ ഇതൊക്കെ എഴുതുന്നത്? എന്റെ പേര് രവിവർമ്മ. ഞാന് തന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വിരട്ടിയെന്ന് കേട്ടു. എന്റെ കൈ ഒടിക്കുന്നോ കാലൊടിക്കുന്നോ ഒക്കെ പറഞ്ഞ്. അതാണ് നമ്മുടെ തൊഴില്. എഴുത്ത എന്റെ തൊഴില്. ഞാൻ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ല തെരുവിൽ കിടക്കുന്ന പരിധി വരല്ല.
കത്തി കയ്യിൽ നിന്ന് പോകുമ്പോ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ലടാ. കുത്തിയാ കുത്തുകൊള്ളും, അത്രേ ഉള്ളു. ഇതൊക്കെ കുത്തുന്നില്ല, അതെന്റെ തൊഴിലല്ല. എഴുത്താ എന്റെ തൊഴില്. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണിമാരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നടന്നായിരുന്നു. ആ നാറികൾക്ക് വേണ്ടി കൊള്ളിയൊപ്പും കൊല്ലയും നടത്തുന്ന നീയാണോടാ അള്ളാഹുവിനെ വിളിക്കുന്നത്? നീ വിളിച്ച അള്ളാഹു കേൾക്കില്ല. എന്റെ അക്ഷരങ്ങളുണ്ടടാ അള്ളാഹു. ഇതൊക്കെ നിർത്തി 5 നേരം നിസ്കരിച്ചിട്ട് നീ അള്ളാഹുവിനെ വിളി. അള്ളാഹു വിളിയേക്കും. മരീതുമാരുടെ പടനിലങ്ങള്